നമസ്കാരം. ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ചില കാര്യങ്ങളിൽ അത് ദൈവം ഒരിക്കലും അത് പിന്നേക്ക് മാറ്റിവെക്കാറില്ല. കൃത്യമായി അത് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കാറുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈനികരുള്ളത് എന്നതാണ് ആ വാർത്ത. വളരെ ഗുരുതരമായ രീതിയിൽ തന്നെ അണുബാധ ഇസ്രായേൽ സൈനികരിൽ അത് പടർന്നു പിടിക്കുകയാണ്. മലിനജലം കുടിച്ചതിന്റെ ഭാഗമായിട്ടാണത്രേ ഈ അണുബാധ. യുദ്ധമുഖത്ത് നിൽക്കുന്ന ഇസ്രായേൽ സൈനികർക്ക് നേരത്തിന് ഭക്ഷണമോ അല്ലെങ്കിൽ കുടിക്കാൻ ശുദ്ധമായ വെള്ളമോ കൊടുക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല. അങ്ങനെ മലിനജലം കുടിച്ചു. ലബനോനുമായി യുദ്ധമുഖത്തുള്ള ഇസ്രായേൽ സൈനികരിലാണ് വളരെ ഗുരുതരമായ രീതിയിലുള്ള അണുബാധ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ അണുബാധയുടെ ഭാഗമായി നിരവധി ഇസ്രായേൽ സൈനികർ ഇപ്പോൾ ആശുപത്രിയിലാണ്. കടുത്ത വയറിളക്കവും ഛർദിയും ബാധിച്ചതിനെ തുടർന്നാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആശുപത്രിയിലെത്തി വിശദ പരിശോധനകൾ നടത്തിയപ്പോഴാണ് മലിനജലം കുടിച്ചതിന്റെ ഭാഗമായിട്ടുള്ള അണുബാധയാണ് എന്ന് മനസ്സിലാക്കിയത്. മാത്രമല്ല, ഈ യുദ്ധമുഖത്തൊക്കെ നിൽക്കുന്ന ഇസ്രായേൽ സൈനികർ ഈർപ്പമുള്ള ഗുഹകളിൽ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൊളിഞ്ഞു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലൊക്കെ അവർക്ക് താമസിക്കേണ്ടി വന്നു. ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കാണാറുള്ള പേനും അതുപോലെ തന്നെ ചള്ളുമൊക്കെ കടിച്ച് വളരെ ഗുരുതരമായ ചില അസുഖങ്ങൾ ഈ ഇസ്രായേൽ സൈനികർക്ക് ബാധിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആരാണ് ഈ കെട്ടിടങ്ങൾ പൊളിച്ചത്? ആരാണ് വീടുകളൊക്കെ തകർത്ത് തരിപ്പണമാക്കിയത് എന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. ഇസ്രായേൽ സൈനികർ ചെയ്തു. തീർച്ചയായും അവർ തന്നെ ഇപ്പോൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില കാര്യങ്ങളൊക്കെ ദൈവം അത് കുറച്ച് കഴിഞ്ഞു കൊടുക്കാം, ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അത് കുറച്ച് കഴിയട്ടെ എന്ന ഒരു നിലപാട് സ്വീകരിക്കാറുണ്ട്. ഇവിടെ അത് കാത്തിരിക്കാൻ വയ്യ എന്നുള്ള ഒരു നിലപാടാണ് ദൈവം എടുത്തിട്ടുള്ളത്. അത്തരത്തിലാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെയും പ്രായമായവരെയും ഉമ്മമാരെയും ഒക്കെ കൊന്നുതള്ളിയ ഇസ്രായേൽ സൈനികരെ ഈ ലോകത്ത് വെച്ച് തന്നെ അവർ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ദൈവനിശ്ചയം. ദൈവത്തിന്റെ തീരുമാനം അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് ഇവരെ ബാധിച്ചിരിക്കുന്നത്. ബൊറേലിയ പെർസിക്ക എന്നാണ് ഈ ബാക്ടീരിയയുടെ പേര്. ഞാൻ പറഞ്ഞല്ലോ, യുദ്ധമുഖത്ത് മലിനജലം കുടിച്ചതിന്റെ ഭാഗമായും അതുപോലെ തന്നെ ഈർപ്പമുള്ള ഗുഹകളിൽ താമസിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത് ഇസ്രായേലികളെ മൊത്തത്തിൽ പ്രശ്നത്തിലാക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. പലപ്പോഴും യുദ്ധം ആരംഭിച്ചാൽ ഇസ്രായേലികൾ ഗുഹകൾക്കകത്താണ് കഴിയാറുള്ളത്. യുദ്ധം അവസാനിക്കുന്നത് വരെ ഒന്ന് കുളിക്കാനോ അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിക്കാനോ പോലും ഈ ഗുഹകൾക്കകത്ത് നിന്ന്, ബങ്കറിനകത്ത് നിന്ന് പുറത്തു പോരാൻ ഇവർക്ക് കഴിയാറില്ല. അങ്ങനെ തുടർച്ചയായി ബങ്കറിൽ കഴിഞ്ഞതിന്റെ ഭാഗമായി, ഗുഹകളിൽ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു അവസ്ഥ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇത്തരത്തിലൊരു രോഗം അവരെ ബാധിച്ചിരിക്കുന്നത്. ഇത് ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. നിരവധി ഇസ്രായേൽ സൈനികർ ഇപ്പോൾ ആശുപത്രിയിലാണ്. യുദ്ധമുഖത്ത് തുടർച്ചയായി സേവനം അനുഷ്ഠിച്ചതിന്റെ ഭാഗമായി പലരും മാനസികമായിട്ടുള്ള വിഭ്രാന്തി കാണിക്കുന്നു എന്ന വാർത്ത നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ അതിഗുരുതരമായ ഒരു ബാക്ടീരിയ ഇവരെ ബാധിച്ചു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്.